സന്യാസന്റെ ആശയം നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ജസോദേ. എന്താണ് ജസോദേ? പറ. ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ഹലോ, സ്മാർട്ട് PSC ഓൺലൈനിലേക്ക് സ്വാഗതം. LDC ഫൈനൽ റിവിഷന്റെ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. മലയാളത്തിൽ നിന്ന് ഒരു 10 വാക്കിൻ്റെ പര്യായ പദം പഠിക്കും. അത് നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ പോലെ എഴുതി പഠിക്കണം. നമ്മളെ ഈ ക്ലാസ് കാണുന്ന കുട്ടികൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിത് പരമാവധി ഒരു നോട്ട് എടുത്ത് എഴുതി പോകണം നന്നായിരിക്കും. കാരണം നമ്മൾ അങ്ങനത്തെ ടോപ്പിക്കിലായിരിക്കും റിവിഷൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് പിന്നീട് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് വെറുതെ കളഞ്ഞിട്ട് പോകരുത്. ഇനി നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുള്ള നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കുന്നത് ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് വിപ്ലവത്തെക്കുറിച്ചാണ് പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചൈനീസ് വിപ്ലവം അറിയാമല്ലോ. വിപ്ലവങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തിരി കുറച്ച് ബോറാണ്. പക്ഷേ നിങ്ങൾ ഇരിക്കുക, നമ്മൾ നന്നായിട്ട് പറ്റുന്ന രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിവിഷനും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവും? പോകാവും. ആവശ്യമുള്ള വർഷങ്ങളും ആൾക്കാരുടെ പേരും പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം എഴുതി പഠിച്ച് തന്നെ പോകണം. ഒരു മടി കാണിക്കരുത് നിങ്ങൾ. ഓക്കെ ആണല്ലോ? ശരി. പിന്നെ നമുക്ക് LDC ഓൺലൈൻ ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കൂടുതൽ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ LDC ഫൈനൽ റിവിഷൻ ആരംഭിക്കുകയാണ്. പല വീഡിയോകൾ വരും. ഈ കമ്പൈൻ സ്റ്റഡി വീഡിയോയ്ക്ക് പുറമെ സിംഗിളായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോസും ക്ലാസ്സിൻ്റെ വീഡിയോസും കറണ്ട് അഫയേഴ്സ് വീഡിയോസും മാത്സിൻ്റെ ട്രിക്ക് വീഡിയോസ് എല്ലാം വരും. ഇതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒന്നും പോലും മിസ്സാക്കരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വർക്കൗട്ട് വീഡിയോസും എന്ത് ചെയ്യാം നമ്മുടെ ചാനലുണ്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാം നിങ്ങൾ LDC പരീക്ഷയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നുപോലും മിസ്സാക്കാതെ എല്ലാം ഉപയോഗപ്പെടുത്തുക. ഓക്കെ. നമുക്ക് ആരംഭിക്കലാമാ? യെസ്. ഓക്കെ. ശരി. നല്ല എനർജിയോടെ പഠിക്കണേ എല്ലാവരും. ഓക്കെ. നമ്മൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പോർഷനിൽ ചൈനീസ് വിപ്ലവമാണ് പഠിക്കുന്നത്. ചൈനീസ് വിപ്ലവം. ഓക്കെ. നിങ്ങൾ എല്ലാ പോയിന്റും എഴുതണ്ട. നിങ്ങൾക്ക് കേട്ടിട്ട് പഠിച്ചാൽ മതി. കിട്ടാത്ത പോയിന്റിൽ മാത്രം എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഈ ചൈനീസ് വിപ്ലവം പഠിക്കുമ്പോൾ നമ്മൾ ഈ കറുപ്പ് വ്യാപാരവും കറുപ്പ് യുദ്ധങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അതേന്ന് പറ. അതെ. ഓക്കെ. ശരി. പ്രസിദ്ധമായ കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? ചൈനയും ബ്രിട്ടനും തമ്മിൽ കേട്ടോ. അപ്പോൾ കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ചൈനയും ബ്രിട്ടനും തമ്മിലായിരുന്നു. ഈ രണ്ട് കറുപ്പ് യുദ്ധമുണ്ട് കേട്ടോ. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ 1839 മുതൽ 1842 വരെ. 1839 മുതൽ 1842 വരെ. രണ്ടാം കറുപ്പ് യുദ്ധം നടന്നത് 1856 മുതൽ 1860 വരെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1800കളിലാണ് എന്ത് നടക്കുന്നത്? അതായത് 19ാം നൂറ്റാണ്ടിലാണ് എന്ത് നടക്കുന്നത്? കറുപ്പ് യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1839 മുതൽ 1842 വരെ, 1839 മുതൽ 1842 വരെ. രണ്ടാമത്തത് 1856 മുതൽ 1860 വരെ. ഓക്കെ. 1860. അപ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടനും ചൈനയും. എത്ര എണ്ണം ഉണ്ടായിരുന്നു? 2 എണ്ണം. 1839 മുതൽ 42 വരെയും 1856 മുതൽ 60 വരെയും. 56 മുതൽ 60 വരെയും. ഓക്കെ. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണമാണ് കാൻഡൻ കറുപ്പ് പാർട്ടി. എന്താണ് പിള്ളേരെ? കാൻഡൻ കറുപ്പ് പാർട്ടിയുടെ ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം എന്താണ്? കാൻഡൻ കറുപ്പ് പാർട്ടി. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഏതെന്നറിയാവോ? ഹോങ്കോങ്. മിടുക്കൻ. കൊള്ളാം. ഓക്കെ. ഈ ചൈനയ്ക്ക് ഹോങ്കോങ് തിരിച്ചിട്ട് വർഷം അറിയാവോ? 41 90 അല്ല 1997. ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ കിട്ടിയ വർഷം ഏതാണ്? 1997. അപ്പം ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം പറ. കാൻഡൻ കറുപ്പ് പാർട്ടി. എന്താണ് വളരെ? കാൻഡൻ കറുപ്പ് പാർട്ടി. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശം ഏതാണ്? ഹോങ്കോങ് ആണ്. ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ച വർഷം ഏതാണ്? 1997 ആണ് കേട്ടോ. ഓക്കെ. ഇനി എന്താണ് കറുപ്പ് വ്യാപാരം എന്ന് പറഞ്ഞുതരാം. കറുപ്പ് വ്യാപാരം. ഈ കറുപ്പെന്ന് വെച്ചാൽ എന്താണ്? കറുത്ത കളറാണ്? മയക്കുമരുന്നാണ്, അല്ലെങ്കിൽ ഒരു ലഹരി വസ്തുവാണ് ഏത്? കറുപ്പ്. അവനെ അറിയാതിരിക്കില്ല ലഹരി വസ്തുക്കളെ കുറിച്ചൊക്കെ? അതാണ്. അതുകൊണ്ടാണ് നീ ഇത് പോലീസ് സ്പെഷ്യൽ ടോപ്പിക് എടുക്കുന്ന ആളല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല. ഓക്കെ. ശരി. അപ്പൊ കറുപ്പ് വ്യാപാരം ഏതാണുള്ളത്? കറുപ്പ് വ്യാപാരം. ഇവിടുത്തെ പിള്ളേരാണ് പറയുന്നതല്ല. ഇവരാരും തന്നെ യാതൊരുവിധ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. നല്ല കുട്ടികളാണ് എല്ലാവരും. ഓക്കെ. അവിടെ ലഹരി എന്ന് എന്താണ്? നിങ്ങൾ ലഹരി എന്താണ്? പഠിത്തം. അയ്യോ, കയറിയൊക്കെ പോയത്. എടാ, ജീവിതമാണ് ലഹരി.
മുമ്പേ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഞാൻ. ഓക്കെ, കറുപ്പ് വ്യാപാരത്തെ കുറിച്ച് പറയാൻ പോവുകയാണ് പിള്ളേരെ. ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ. ഓക്കെ, അപ്പൊ ചൈനയിൽ നിന്ന് ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണ്ട? പട്ട്, തേയില, മൺപാത്രങ്ങൾ. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ എന്ത് നേടി? ലാഭം നേടി. മനസ്സിലായ? ഈ എന്തൊക്കെ കയറ്റി ചെയ്തപ്പോൾ പട്ട്, തേയില, മൺപാത്രം കയറ്റുമതി ചെയ്തിട്ട് എന്ത് നേടി ചൈന? വൻ ലാഭം നേടി. ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. എന്നാൽ ചൈനയിലേക്ക് എന്തില്ല? ഇറക്കുമതി ഒന്നുമില്ല. ഇവിടെ അങ്ങോട്ട് കയറ്റുമതി മാത്രമല്ല, കയറ്റുമതി എടുത്ത് ഇവന്മാർ കുറെ പൈസ ഉണ്ടാക്കുകയും ചെയ്യണം, അവന്മാർക്ക് ഇങ്ങോട്ട് ഇറക്കുമതി സാധനമൊന്നുമില്ല. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് എന്ത് ചെയ്തു? ഇറക്കുമതി ചെയ്തു. മനസ്സിലായി? ഇത് പരിഹരിക്കാനായി ചൈനയിലേക്ക് ഇംഗ്ലീഷ് വ്യാപാരം എന്ത് ഇറക്കുമതി ചെയ്തുള്ളത്? കറുപ്പ് ഇറക്കുമതി ചെയ്തു. കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയും പ്രതികൂലമായി ബാധിച്ചു. മനസ്സിലായി? ഇത് ചൈനയിലെ വ്യാപാരത്തെയും ചൈനയിലെ ജനങ്ങളുടെ മാനസിക നിലയും എങ്ങനെ ബാധിച്ചു? പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഇതോടെ എന്ത് ചെയ്തു? സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. ഇത്രയേ ഉള്ളൂ കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ചൈന യൂറോപ്പിലേക്ക് എന്ത് കയറ്റുമതി ചെയ്തു? പട്ട്, തേയില, മൺപാത്രങ്ങൾ. ഇതിലൂടെ ചൈന എന്ത് നേടി? വലിയ ലാഭം നേടി. ഓക്കെ, എന്നാൽ ചൈനയിലേക്ക് യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ഉണ്ടായിരുന്ന ഇത് പരിഹരിക്കാനായിട്ട് ഇവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലെ ആൾക്കാർ കറുപ്പ് കറുപ്പെന്ന ലഹരി വസ്തു ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയിലെ ആൾക്കാരെ എന്ത് ചെയ്തു? ചൈനയിലെ ആൾക്കാർ മാനസികമായും അവരുടെ വ്യാപാരത്തേക്ക് എന്ത് ചെയ്തു? ബാധിച്ചു. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്യും? മാനസികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും എന്ത് ചെയ്യും? അടിമത്തത്തിൽ ആയി. ഇതാണ് കറുപ്പ് വ്യാപാരം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് കാരണം നമ്മൾ പറഞ്ഞു. ഒന്നാം കറുപ്പ് യുദ്ധത്തിന് കാരണം എന്താണ് പിള്ളേരെ? കാൻഡൻ കറുപ്പ് പാർട്ടി. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്തത് ഹോങ്കോങ് ആണ്. ഹോങ്കോങ് തിരികെ കിട്ടിയത് 1997. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ചൊരു ഉടമ്പടിയുണ്ട്, എന്നറിയാവോ? നാങ്കിങ് ഉടമ്പടി. അതാണ് പിള്ളേരെ നാങ്കിങ് ഉടമ്പടി. അപ്പോൾ ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിക്കാൻ കാരണം ഉടമ്പടി ഏതാണ്? നാങ്കിങ് ഉടമ്പടി. ഏതാ? നാങ്കിങ് ഉടമ്പടി കേട്ടോ. നാങ്കിങ് ഉടമ്പടി. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ അത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് കറുപ്പ് യുദ്ധം? ചൈനയും ബ്രിട്ടനും. ഒന്നാം കറുപ്പ് യുദ്ധത്തിന്റെ കാലഘട്ടം 39-42. രണ്ടാം കറുപ്പ് യുദ്ധം 56-60. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം കാൻഡൻ കറുപ്പ് പാർട്ടി. ഓക്കെ, ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടീഷ് പിടിച്ചെടുത്ത സ്ഥലം ഏതാണ്? ഹോങ്കോങ് തിരികെ കിട്ടിയ വർഷം 97. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടി. ഏതാണ്? നാങ്കിങ് ഉടമ്പടി. ഓക്കെ, അടുത്ത് ശ്രദ്ധിച്ചു കേട്ടോണേ. അപ്പോൾ കറുപ്പ് വ്യാപാരം മനസ്സിലായല്ലോ. അടുത്ത് ശ്രദ്ധിച്ചു കേട്ടോണേ പിള്ളേരെ. ഈ നമ്മുടെ ചൈനയുമായി ബന്ധപ്പെട്ട ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ലഹളയുണ്ട്. ആ ലഹളയുടെ പേരാണ് തായ്പിങ് ലഹള. മനസ്സിലായി? നമുക്ക് ആ പേര് വെച്ചാൽ ചോദിക്കും, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, തായ്പിങ് ലഹള ഏത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവമാണ്. ചൈനീസ് പേര് വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇങ്ങനെ ചോദിക്കും, ഈ തായ്പിങ് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണെന്ന് ചോദിക്കും കേട്ടോ. ആളുടെ പേരാണ് ഹോങ് സുക്കിയാൻ. ആരാണ്? ഹോങ് സുക്കിയാൻ കേട്ടോ. എന്താണ്? ഹോങ് സുക്കിയാൻ. അപ്പൊ തായ്പിങ് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? ഹോങ് സുക്കിയാൻ. ആരാണ്? ഹോങ് പറയൂ. സുക്കിയാൻ. നിനക്ക് സുഖിയാനെന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വേണ്ടത് എന്താണ്? വാഴയ്ക്ക പോലെ സുഖിയാൻ എന്താണെന്നറിയാം? അതിന് മോദകം. നമ്മൾ മറ്റേ ഈ കടലമാവിനകത്ത് മറ്റേ പയറും ശർക്കരയും വെച്ചൊക്കെ ഉണ്ടാക്കുന്ന സാധനം, അതാണ് മോദകം. അതിന് സുഖിയൻ എന്ന് പറയും. സുഖിയൻ അറിയത്തില്ലേ? ഇത് എന്താണ്? ഹോങ് സുക്കിയാൻ ഏത് വിപ്ലവത്തിനാ? തായ്പിങ് ലഹള. അതാണ് പിള്ളേരെ തായ്പിങ് ലഹള. അപ്പൊ തായ്പിങ് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? ഹോങ് സുക്കിയാൻ. കാലഘട്ടം പഠിച്ചോ. ഈ തായ്പിങ് ലഹളയുടെ കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ 50-64 കേട്ടോ. 50-64 കേട്ടോ. 1850-64 എടാ. പറ 1839-42 എന്താ? ഒന്നാം കറുപ്പ് യുദ്ധം. 1856-60 എന്താ? രണ്ടാം കറുപ്പ് യുദ്ധം. 1850-64 എന്താ? തായ്പിങ് ലഹള. 1950-64 എന്താണ്? തായ്പിങ് ലഹള. പിള്ളേരെ നോട്ട് എഴുതി പഠിച്ചു വേണം. പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് നോട്ട് ഗ്രൂപ്പിൽ കിട്ടും കേട്ടോ. ഓക്കെ, ശരി. അടുത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? യൂറോപ്യൻ രാഷ്ട്രങ്ങളും. ആരാണ്? യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ. ആരാണ്? കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങൾ അറിയപ്പെടുന്ന പേരാണ്
കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയം. അപ്പോൾ നമ്മൾ കറുപ്പ് വ്യാപാരം നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ് തുറന്ന വാതിൽ നയം എന്താണെന്ന് നമുക്ക് പഠിക്കണം കേട്ടോ. തുറന്ന വാതിൽ നയം എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം പിള്ളേരെ? പഠിക്കണം. ഓക്കെ, എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനയിൽ വാണിജ്യ സൗകര്യം ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന നയമാണ് ഏത്? തുറന്ന വാതിൽ നയം. മനസ്സിലായില്ലേ? അതായത് ഒരു ഓപ്പൺ മാർക്കറ്റ്, അതായത് എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനയിൽ വാണിജ്യ സൗകര്യം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതായത് നീ അല്പം ചൈന ചോദിക്കുക, നിന്നിൽ എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ടാവണം? തുല്യ അവകാശം ഉണ്ടാവണം വാണിജ്യ കാര്യത്തിൽ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? തുറന്ന വാതിൽ നയം എന്ന് പറയുന്നത് കേട്ടോ. ഈ തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യം ഏതാണ്? അമേരിക്ക. തുറന്ന വാതിൽ നയം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്താ തുറന്ന വാതിൽ നയം? എല്ലാ രാജ്യങ്ങൾക്കും ചൈനയിൽ എന്താണ്? തുല്യ വാണിജ്യ അവകാശം ഉണ്ടായിരിക്കണം. തുല്യ വാണിജ്യ അവകാശം ഉണ്ടായിരിക്കണം. മനസ്സിലാക്കി വെച്ചോണം, കളയരുത്. തുല്യ വാണിജ്യ അവകാശം ഉണ്ടായിരിക്കണം. ഇതാണ് എന്താ തുറന്ന വാതിൽ നയം. ഈ തുറന്ന വാതിൽ നയം മുന്നോട്ട് വെച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ഏതാണ്? അമേരിക്ക. ഓക്കെ, തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാ? ജോൺ ഹേ. ആരാണ്? ജോൺ ഹേ. പേര് മറക്കരുത്, ജോൺ ഹേ. ജോൺ ഹേ. ഓക്കെ, അപ്പോഴേ ഹോങ് സുക്യാൻ ആരാ? തായ്പിങ് ലേഖലയ്ക്ക് നേരത്തെ കൊടുത്ത വ്യക്തിയാണ് ആര്? ഹോങ് സുക്യാൻ. ജോൺ ഹേ ആരാ? തുറന്ന വാതിൽ നയം മുന്നോട്ട് വെച്ച അമേരിക്കൻ സെക്രട്ടറിയാണ് ആര്? ജോൺ ഹേ. ആരാണ്? ജോൺ ഹേ. ഓക്കെ, അടുത്ത് ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചൈനീസ് ചക്രവർത്തി ആരാ? അറിയോ? ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചൈനീസ് ചക്രവർത്തിയാണ് ക്വാങ്സി. പറ. കോങ്സി. ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചൈനീസ് ചക്രവർത്തിയാണ് ആര്? കോങ്സി. പറ, പേര് പറ. കോങ്സി. ആരാണ്? കോങ്സി. ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചൈനീസ് ചക്രവർത്തിയാണ് ആര്? കോങ്സി. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാ? മഞ്ചു രാജവംശം. പിള്ളേരെ, മഞ്ചു രാജവംശം. ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് രാജവംശമാണ് ഏത്? മഞ്ചു രാജവംശം. മഞ്ചു രാജവംശം എത്ര വർഷം ഭരണം നടത്തിയെന്നറിയാം? അല്ലെങ്കിൽ ഏത് മുതൽ ഏത് വരെ നടത്തിയെന്നറിയാവോ പിള്ളേരെ? 1644 മുതൽ 1911 വരെ. 1644 മുതൽ 1911 വരെ. അവർ 1644 മുതൽ 1911 വരെ. 1644 മുതൽ 1644 മുതൽ 1911 വരെ. ഓക്കെ, വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാട് സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് ഏത്? മഞ്ചു രാജവംശം. മനസ്സിലായോ? എന്താണ്? വിദേശ ഇടപെടൽ, അതായത് വിദേശികള് ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടുന്നതിനും അതുപോലെ അവരുടെ ആധിപത്യത്തിനും അനുകൂലമായൊരു നടപടിയാണ് ആര് സ്വീകരിച്ചത്? അല്ലെങ്കിൽ നിലപാടാണ് ആര് സ്വീകരിച്ചത്? മഞ്ചു രാജവംശം സ്വീകരിച്ചത്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായ? അപ്പോൾ ആ ഒരു പോർഷൻ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കുറച്ച് കാലഘട്ടം നമ്മൾ പഠിച്ചായിരുന്നേ. 1639-42 അല്ല 1839-42 ഒന്നാം കറുപ്പ് യുദ്ധം. 1839-42 ഒന്നാം കറുപ്പ് യുദ്ധം. 1856-60 രണ്ടാം കറുപ്പ് യുദ്ധം. 1850-64 തായ്പിങ് ലേഖല. 1644 1911 മഞ്ചു രാജവംശത്തിന്റെ കാലഘട്ടം. മഞ്ചു രാജവംശത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞേ 1644 1911. ഓക്കെ, കുറച്ച് ആൾക്കാരുടെ പേര് പഠിച്ച്. ഹോങ് സുക്യാൻ ആരാ? തായ്പിങ് ലേഖലയ്ക്ക് നേതൃത്വം കൊടുത്ത ആള്. ഓക്കെ, ജോൺ ഹേ ആരാ? തുറന്ന വാതിൽ നയം അവതരിപ്പിച്ച വ്യക്തി. ആരാണ്? കോങ്സി. ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചക്രവർത്തിയാണ് ആര്? കോങ്സി. ഓക്കെ, ഇത്രയും മനസ്സിലായ നിങ്ങൾക്ക്? അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോയാലോ? സെറ്റല്ലേ? ശരി. ഓക്കെ, ചോദ്യം ഞാൻ അവസാനം ചോദിക്കും കേട്ടോ പിള്ളേരേ. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ബോക്സർ കലാപം ഒന്ന് പഠിക്കാം. ബോക്സർ കലാപം. അപ്പോൾ ബോക്സർ കലാപം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ബോക്സർ കലാപം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവം. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് ഏത്? ബോക്സർ കലാപം. അപ്പോൾ എന്താണ് ബോക്സർ കലാപം? ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ മഞ്ചു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് ഏത്? ബോക്സർ കലാപം. ഓക്കെ, ചൈനയിലെ വിദേശാധിപത്യത്തിനെതിരെ 1900 നടന്ന പ്രസിദ്ധമായ കലാപമാണ് ഏത്? ബോക്സർ കലാപം. അപ്പോൾ ബോക്സർ കലാപം നടന്ന വർഷം ഏതാണ്? വളരെ എളുപ്പമാണ്. ബോക്സർ കലാപം നടന്ന വർഷം 1900. ബോക്സർ കലാപം നടന്ന വർഷം ഏതാണുള്ളത്? 1900. കലാപത്തിന്റെ മുദ്രയായിരുന്നു എന്ത്?
ബോക്സർമാരുടെ മുഷ്ടി. എന്താണ് ബോക്സർമാരുടെ മുഷ്ടി? അവിടെ ബോക്സർമാരുടെ മുഷ്ടി. ഓക്കെ. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം എന്ത് പകർന്നു? ശക്തി പകർന്നു. അതായത് ബോക്സർ കലാപം എന്താണ് വളരെ പരാജയപ്പെട്ടു, പക്ഷെ അതെന്ത് ചെയ്തു? പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം എന്ത് ചെയ്തു? ശക്തി പകർന്നു. ഓക്കെ. അപ്പോൾ ബോക്സർ കലാപം നടന്ന വർഷം 1900. ബോക്സർ കലാപകാരികൾ സ്വീകരിച്ച മുദ്രയാണ് ഏത്? ബോക്സർമാരുടെ കൈമുദ്ര, ബോക്സർമാരുടെ മുഷ്ടി, ബോക്സർമാരുടെ മുഷ്ടിയാണ് കേട്ടോ. ഓക്കെ. ആരാണ്ടാ ഈ ബോക്സർ കലാപം സംഘടിപ്പിച്ചത്? മഞ്ജു. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ. ആരാണ് രഹസ്യ സംഘടനകൾ? ആർക്കെതിരെയായിരുന്നു ബോക്സർ കലാപം? മഞ്ജു രാജവംശത്തിനെതിരെ. പരാജയമായിരുന്നു വിജയമായിരുന്നു? പരാജയമായിരുന്നു. ഇത്രയും മനസ്സിലായ നിങ്ങൾക്ക്? മനസ്സിലായ അവിടെ? ഓക്കെ, ശരി. അടുത്ത്, വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരായി ചൈനയിൽ 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ഏത്? ചൈനീസ് വിപ്ലവം. ഓക്കെ. അപ്പോൾ എന്താണ് ചൈനീസ് വിപ്ലവം? വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരായി ചൈനയിൽ ഏത് നൂറ്റാണ്ടിൽ നടന്ന? 20-ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ഏത്? ചൈനീസ് വിപ്ലവം. ഓക്കെ. അപ്പോൾ ചൈനീസ് വിപ്ലവം നടന്ന നൂറ്റാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 20-ാം നൂറ്റാണ്ട്. മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? സൺ യാത്സെൻ. ആരാണ്? സൺ യാത്സെൻ. പറ. സൺ യാത്സെൻ. ഈ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യം വേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? സൺ യാത്സെൻ. ആരാണ്? സൺ യാത്സെൻ. ഈ ചൈനീസ് വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ്? 1911. ഏതാണ് പിള്ളേരെ? 1911. അപ്പോൾ ചൈനീസ് വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ്? 1911. ഓക്കെ. അടുത്ത്, ചൈന പുനർജീവന സംഘം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടി ഏതാണ്? ചൈനീസ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. ചൈന പുനർജീവന സംഘം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടി ഏതാ? അല്ല, പറയേ. കുമിന്താങ് പാർട്ടിയാണ് പിള്ളേരെ. കുമിന്താങ് പാർട്ടി. ഏതാണ്? കുമിന്താങ് പാർട്ടി. ഓക്കെ. അപ്പോൾ ചൈന പുനർജീവന സംഘം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടിയുടെ പേരെന്താണ്? പറ. കുമിന്താങ് പാർട്ടി. ഏതാണ്? കുമിന്താങ് പാർട്ടി. കുമിന്താങ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകൻ ആരാ? സന്യാസൻ. ആരാണ്? സന്യാസൻ. ഓക്കെ. അപ്പം മഞ്ജു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സന്യാസൻ. ചൈനീസ് വിപ്ലവം ആരംഭിച്ച വർഷം 1911. ചൈന പുനർജീവന സംഘം എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടി ഏതാണ്? കുമിന്താങ് പാർട്ടി. കുമിന്താങ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനാണ് ആര്? സന്യാസൻ. മഞ്ജു വംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ഏതാ? 1911 ചൈനീസ് വിപ്ലവം. 1911 ചൈനീസ് വിപ്ലവം. 1911 ചൈനീസ് വിപ്ലവം. നമ്മൾ അതല്ല പഠിച്ചത്. 1911 വരെ അവർ ഭരിച്ചിരുന്നത്. അവര് 1911 വരെ. 1911 ഭരണം നഷ്ടപ്പെടാൻ കാരണം ഏതാണ്? ചൈനീസ് വിപ്ലവം. ഏതാണ് പിള്ളേരെ? ചൈനീസ് വിപ്ലവമാണ്. ദക്ഷിണ ചൈനയിൽ സന്യാസന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് ഏത്? കുമിന്താങ് പാർട്ടി. അപ്പം ആ ഒരു ചൈനീസ് വിപ്ലവത്തിൽ 1911 ചൈനീസ് വിപ്ലവത്തിൽ എന്ത് ചെയ്തു പിള്ളേരെ? റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിച്ചു. എവിടെയാണ് ആരംഭിച്ചത്? ദക്ഷിണ ചൈനയിൽ. എവിടെയാണ്? ദക്ഷിണ ചൈനയിൽ. ഓക്കെ. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പഠിച്ചത് ബോക്സർ കലാപവും പിന്നെ ഈ ചൈനീസ് വിപ്ലവത്തിൻ്റെ ആരംഭമാണ് പഠിച്ചത്. ബോക്സർ കലാപം ഏത് വർഷം? 1900. ഈ ബോറ ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചിരുന്നോണം. റിപ്പീറ്റേഷൻ ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. 1900. ഓക്കെ. ആരാണ് സംഘടിപ്പിച്ചത്? ചൈനയിലെ ചില രഹസ്യ സംഘങ്ങൾ. ആർക്കെതിരെയായിരുന്നു? മഞ്ജു രാജവംശത്തിനെതിരെ. പക്ഷേ ഇതെന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ബോക്സർമാരുടെ കൈമുഷ്ടിയായിരുന്നു അവിടെ ചിഹ്നം. ഓക്കെ, ശരി. അപ്പം ഈ ചൈനീസ് വിപ്ലവം ഏത് നൂറ്റാണ്ട് നടന്നേ? 20-ാം നൂറ്റാണ്ടിൽ. കറക്റ്റ് വർഷം ചോദിക്കുകയാണെങ്കിൽ 1911. അതിന് നേരത്തെ കൊണ്ട വ്യക്തി ആരാണ്? സന്യാസൻ. ഓക്കെ. ചൈന പുനർജീവന സംഘം എന്ന് പിൽക്കാലത്ത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. ഓക്കെ. കുമിന്താങ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകനാണ് സന്യാസൻ. ഓക്കെ. മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവം ഏത് വർഷത്തെ? 1911 ചൈനീസ് വിപ്ലവം. ദക്ഷിണ ചൈനയിൽ സന്യാസന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് ഏത്? കുമിന്താങ് പാർട്ടി. ഓക്കെ. മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ? സെറ്റാണോ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാറുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു ബ്രേക്ക് എടുത്തോ. നിങ്ങളും ഇത് ഒറ്റ സ്റ്റെപ്പ് ഇരിക്കണമെന്നില്ല, നിങ്ങൾ ബ്രേക്ക് എടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവാണ് ആര്? സന്യാസൻ. ഈ സന്യാസൻ മുന്നോട്ട് വെച്ച 3 ആശയങ്ങളുണ്ട്. സന്യാസൻ മുന്നോട്ട് വെച്ച 3 ആശയങ്ങൾ ഏതൊക്കെയാണ്? പറ. ഈ 3 ആശയങ്ങൾ നമ്മൾ പറയുന്ന പേരാണ് സാൻമിൻ ചൂയി. പറ. സാൻമിൻ ചൂയി. എന്താണ്? സാമിൻ അല്ലടാ, സാൻമിൻ ചൂയി. സാൻമിൻ ചൂയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. എന്തൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ എന്താന്ന് ഓർത്തിരിക്കാം? ജസോദേ എന്ന് ഓർത്തിരിക്കുക. എന്താണ്? ജസോദേ. ജഗതി ഏസിനെ വിളിക്കുമല്ലോ യശോദേ. ഏത് സിനിമ? അതുപോലെ ജസോദേ. എന്താണ്?
ജസോദേ പറ ജസോദേ പറ എന്ന് ഓർത്തിരിക്കാം ജസോദേ എന്ന് ഓർത്തിരിക്കാം ജസോദേ. അപ്പൊ സന്യാസന്റെ ആശയം നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം ജസോദേ എന്താണ് ജസോദേ പറ ജനാധിപത്യം സോഷ്യലിസം ദേശീയത എന്തൊക്കെയാണ് ജനാധിപത്യം സോഷ്യലിസം ദേശീയത എന്ന് പറയാം ജസോദേ ഓക്കെ. അത് നമുക്ക് ജനാധിപത്യം എന്ന് വെച്ചാൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്താണ് ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക ഓക്കെ. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക. മനസ്സിലായോ? എന്ത് നിയന്ത്രിക്കണം? മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും വേണം. ഭൂമി തുല്യമായി വിതരണം നടത്തുകയും വേണം. ഓക്കെ, മനസ്സിലായല്ലോ. ശരി, അടുത്ത് ദേശീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചൂരിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. മനസ്സിലായില്ലേ? അപ്പൊ സന്യാസന്റെ 3 ആശയങ്ങൾ പറഞ്ഞേ. ജനാധിപത്യം സോഷ്യലിസം ദേശീയത. ജനാധിപത്യം സോഷ്യലിസം ദേശീയത. ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പിള്ളേരെ? ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക ഓക്കെ. അടുത്ത് സോഷ്യലിസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മൂലധനം നിയന്ത്രിക്കണം. മൂലധനം നിയന്ത്രിച്ചിട്ട് എന്ത് ചെയ്യണം? ഭൂമി തുല്യമായി വിതരണം ചെയ്യണം. ഭൂമി തുല്യമായി വിതരണം ചെയ്യണം ഓക്കെ. ദേശീയത എന്ന് വെച്ചാൽ എന്താണ് പിള്ളേരെ? മഞ്ചൂരിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും എന്ത് ചെയ്യണം? പുറത്താക്കണം. അപ്പൊ സന്യാസന്റെ 3 ആശയങ്ങളെ പേരെന്ന് പറഞ്ഞേ. സാൻമിൻ ചൂയി ഓക്കെ. ഏതൊക്കെയാണ് വരുന്നത്? ജനാധിപത്യം സോഷ്യലിസം ദേശീയത. ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യ ഭരണം സ്ഥാപിക്കണം. സോഷ്യലിസം എന്ന് പറയുമ്പോൾ മൂലധനം നിയന്ത്രിക്കുകയും പിന്നെ ഭൂമി തുല്യമായിട്ട് വിധിച്ചു നൽകണം. അടുത്ത് ദേശീയത മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താണ്. അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇത്ര വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ. ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മഞ്ചു രാജാവിന്റെ പേര്? ഈ പണ്ടത്തെ സിനിമയിലൊക്കെ ഈ മീനും കൊണ്ടുവരുന്ന മീൻകാർ അങ്ങനെ വിളിക്കുന്നത് പൂയി എന്താ പൂയി എന്ന് വിളിക്കും. പൂയി എന്ന് വിളിക്കും കേട്ടോ. എന്താണ് പൂയി? പൂയി കേട്ടോ. അപ്പൊ ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മഞ്ചു രാജാവിന്റെ പേരെന്താണ് പിള്ളേരെ? പൂയി. അപ്പൊ പറ എന്താണ്? പൂയി. അപ്പൊ എന്താണ് ചോദ്യം? എന്താണ്? ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മഞ്ചു രാജാവിന്റെ പേരെന്താ പിള്ളേരെ? പൂയി കേട്ടോ. എന്താണ് വിളിക്കുക? പൂയി. കേട്ടില്ലേ? പൂയി. വിളിക്കത്തില്ലേ? വിളിക്കുമായിരിക്കും. പോയി ഓക്കെ. ചൈനീസ് റിപ്പബ്ലിക് നിലവിലെ വർഷം പറഞ്ഞേ. 1912. ചൈനീസ് റിപ്പബ്ലിക് നിലവിലെ വർഷം 1912. ചൈനീസ് റിപ്പബ്ലിക് നിലവിലെ വർഷം ഏതാണ് പിള്ളേരെ? 1912. അപ്പൊ 1911 ചൈനീസ് വിപ്ലവം. ഏത് വർഷമാണ് ചൈനീസ് വിപ്ലവം? 1911 ചൈനീസ് വിപ്ലവം. അപ്പൊ ചൈനീസ് റിപ്പബ്ലിക് ഏത് വർഷം? 1912. ചൈനീസ് റിപ്പബ്ലിക് ഏത് വർഷമാണ് പിള്ളേരെ? 1912. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാ? സന്യാസൻ. ആരാണ്? സന്യാസൻ കേട്ടോ. അപ്പൊ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് പിള്ളേരെ? സന്യാസൻ. അപ്പൊ ചൈനീസ് വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ചോദിച്ചാൽ സന്യാസൻ. കുമിന്താങ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകൻ ചോദിച്ചാൽ സന്യാസൻ. 1912 നിലവിൽ വന്ന ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റുമാരാണ്? സന്യാസൻ. ആരാണ് പിള്ളേരെ? സന്യാസൻ. സന്യാസി എന്നാണ് നീ പറയുന്നത്? സന്യാസൻ ഓട്ടെ. സന്യാസൻ പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെടുകയും ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കുകയും ചെയ്തു. മനസ്സിലായ? അപ്പം സന്യാസൻ എന്ത് ചെയ്തു? പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി എന്ത് വേണമെന്ന്? സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ എന്ത് ചെയ്തു? റദ്ദാക്കി. ആധുനിക ചൈനയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ആരാണ്? സന്യാസനാണ്. അപ്പൊ ആധുനിക ചൈനയുടെ സ്ഥാപനം അറിയപ്പെടുന്ന ആരാണ് പിള്ളേരെ? സന്യാസനാണ്. ആധുനിക ഇന്ത്യയുടെ സ്ഥാപകൻ ആരാ? ആധുനിക ഇന്ത്യയുടെ സ്ഥാപകൻ ഡൽഹൌസി ഓക്കെ. അപ്പൊ ആധുനിക ചൈനയുടെ സ്ഥാപനം അറിയപ്പെടുന്ന വ്യക്തി ആരാണ് പിള്ളേരെ? സന്യാസൻ. ആരാണ്? സന്യാസൻ. സന്യാസന്റെ കർമ്മ പരിപാടികളിലെ പ്രധാന പ്രഖ്യാപനമാണ് മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. പറ എന്താ? മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക ഓക്കെ. 1925 സന്യാസൻ എന്ത് ചെയ്തു? മരിച്ചു. 1925 സന്യാസന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന നേതാവാണ് ആര്? ചിയാങ് കൈഷക്. ആരാണ്? ചിയാങ് കൈഷക് ഓക്കെ. ചിയാങ് കൈഷക് കേട്ടോ. 1925 ആര് മരിക്കുകയാണ്? സന്യാസൻ മരിക്കുകയാണ്. അതിനുശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ചിയാങ് കൈഷക്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? ശരി. അപ്പൊ സന്യാസന്റെ 3 ആശയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സാൻമിൻ ചൂയി ഓക്കെ. സാൻമിൻ ചൂയി. ആ സാൻമിൻ ചൂയി ഏതൊക്കെയാണ്?
ജസോദേ ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. അതുപോലെ സോഷ്യലിസം എന്താണ്? മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കുകയും വേണം. അവിടെ ദേശീയം എന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജു രാജവംശം അല്ലെങ്കിൽ മഞ്ജു രാജവംശത്തെ പുറത്താക്കുകയും സാമ്രാജ്യ ശക്തികളെ പുറത്താക്കുകയും ചെയ്യുക. ഓക്കെ. ഈ ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മഞ്ജു രാജാവിന്റെ പേരെന്താണ്? പൂയി. എന്താണ് വളരെ? പൂയി. ചൈനീസ് റിപ്പബ്ലിക് നിലവിലുള്ള വർഷം ഏതാണ്? 1912. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാ? സന്യാസൻ. ഓക്കെ. സന്യാസൻ എന്ത് പറഞ്ഞു? പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണം, വിദേശികളുമായി നമ്മൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ എന്ത് ചെയ്യണം? നിർത്തലാക്കണം. ആധുനിക ചൈനയുടെ സ്ഥാപന അറിയപ്പെടുന്ന ആരെയാണ്? സന്യാസൻ. ആരാണ് വളരെ? സന്യാസൻ. ഓക്കെ. സന്യാസന്റെ കർമ്മ പരിപാടികളിലെ പ്രധാന പ്രഖ്യാപനം ഏതാണ്? മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. പറ. മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. 1925 സന്യാസന്റെ മരണശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ആര്? ചിയാങ് കൈഷക്ക്. ചിയാങ് കൈഷക്ക്. ഓക്കെ. ക്ലിയർ ആണല്ലോ. ചൈനയില് സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? ചിയാങ് കൈഷക്ക്. ചൈനയിൽ എന്ത് സ്ഥാപിച്ചു? സൈനിക ഏകാധിപത്യ ഭരണം. കേട്ടോ, സൈനിക ഏകാധിപത്യ ഭരണം. ഓക്കെ. ഇനി ഞാൻ പറയണതൊക്കെ നിങ്ങളൊരു കഥ പോലെ കേട്ടിരിക്കണം. ഓക്കെ. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് ചിയാങ് കൈഷക്ക് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ട ഇടപെടാൻ അവസരം ഒരുക്കി. മനസ്സിലായില്ലേ? ആരുമായിട്ടുള്ള ഉപേക്ഷിച്ചു? നീ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നീ ആയിട്ടുള്ള കൂട്ടൊക്കെ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചിട്ട് ഇവ അമേരിക്ക ചെയ്യുക കേട്ടോ. ഇവൻ എന്ത് ചെയ്തു? ഇവനെ വിളിച്ചിട്ട് ഇവിടെ ചൈനയിൽ വരണില്ലേ അമേരിക്ക? ഇവനെ വിളിച്ചിട്ട് ഇവിടെ ഇടപെടാൻ, അതായത് ചൈന ഇടപെടാനുള്ള എന്ത് കൊടുത്തു? സ്വാതന്ത്ര്യം കൊടുത്തു. ഓക്കെ. ശരി. അപ്പോൾ ഓർത്ത് വെച്ചോണം, കമ്മ്യൂണിസ്റ്റുകളുടെ സഹകരണം ഉപേക്ഷിച്ചിട്ട് ചിയാങ് കൈഷക്ക് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരം ഒരുക്കി. ഓക്കെ. ചിയാങ് കൈഷക്ക് ഇനി അടുത്ത് ഇയാൾ പോസിറ്റേടാ. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തത്? ഭരണം നടത്തിയത്. അതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും? ഇദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെടുത്തേണ്ടി വന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഈ കുമിതാങ് പാർട്ടിയുടെ ഭരണം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. കുമിതാങ് പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെടുകയും ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഭയം തേടേണ്ടി വന്നു കേട്ടോ. ഈ ചിയാങ് കൈഷക്ക് രാഷ്ട്രീയ അഭയം നേടിയ രാജ്യം ഏതാണ് പിള്ളേരെ? തായ്വാൻ. ഓക്കെ. അപ്പോൾ 1925 സന്യാസൻ മരിച്ചു. ആര് അധികാരത്തിൽ വന്നു? ചിയാങ് കൈഷക്ക് അധികാരത്തിൽ വന്നു. ചിയാങ് കൈഷക്ക് അധികാരത്തിൽ വന്നിട്ട് എങ്ങനത്തെ ഭരണമാണ് നടപ്പിലാക്കിയത്? സൈനിക ഏകാധിപത്യ ഭരണം. അത് മാത്രമല്ല, ആരുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ചു? കമ്മ്യൂണിസ്റ്റുകാരുമായുള്ള സഹകരണം ഉപേക്ഷിച്ചിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളോട് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ പറഞ്ഞു. ഓക്കെ. മനസ്സിലായല്ലോ? അപ്പോൾ അതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ കുമിതാങ് പാർട്ടിയുടെ ഭരണം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? മറ്റൊരു രാജ്യത്തിൽ അഭയം തേടേണ്ടി വന്നു. ആ രാജ്യമാണേത്? തായ്വാൻ. ഏതാണ് വളരെ? തായ്വാൻ. ഓക്കെ. അടുത്ത് ശ്രദ്ധിച്ചു കേൾക്കുക. ശരി. ഇതാരെ ഫോൺ? അതിൻ്റെ ഫോണല്ലേ? കോളൊക്കെ വേണം വെച്ചോ. ഏകീകൃത സ്വഭാവത്തിനുള്ള ശീലങ്ങളും ജന്മവാസനയും ജനങ്ങൾ വളർത്തേണ്ടതാണ്. എന്താണ്? ഏകീകൃത സ്വഭാവത്തിനുള്ള ശീലങ്ങളും ജന്മവാസനയും ജനങ്ങൾ വളർത്തേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്? ചിയാങ് കൈഷക്ക് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 1975 ആരന്തരിച്ചു? ചിയാങ് കൈഷക്ക് അന്തരിച്ചു. ഓക്കെ. ചിയാങ് കൈഷക്ക് അന്തരിച്ചു. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഏകീകൃത സ്വഭാവത്തിനുള്ള ശീലങ്ങളും ജന്മവാസനകളും ആര് വളർത്തണം? ജനങ്ങൾ വളർത്തണം. ഇത് ആരുടെ വാക്കുകളാണ്? ചിയാങ് കൈഷക്കിന്റെ വാക്കുകളാണ്. 1975 ആര് അന്തരിച്ചു പിള്ളേരെ? ചിയാങ് കൈഷക്ക് അന്തരിച്ചു. ഓക്കെ. ചിയാങ് കൈഷക്കിന്റെ മരണശേഷം തായ്വാനിൽ ജനാധിപത്യ പരിവർത്തനം നടന്നു. ഓർത്തിരുന്നാൽ മതി. ചിയാങ് കൈഷക്കിന്റെ മരണത്തിന് ശേഷം തായ്വാനിൽ എന്ത് നടന്നു? ജനാധിപത്യ പരിവർത്തനം നടന്നു. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം ചോദിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 49 ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം. 24 കേട്ടോ. സോറി, 21 മെയ് 4 കേട്ടോ. അപ്പോൾ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ഏതാണ്? 1921 മെയ് 4. ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷമാണ് ഏത് പിള്ളേരെ? 1921 മെയ് 4. ഓക്കെ. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് 2 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻ കംപ്ലീറ്റ് ആയി. മാവോസേ തുങ്ങും ലോങ് മാർച്ച്. നമുക്ക് ആദ്യം മാവോസേ നോക്കാം പിള്ളേരെ. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം നമ്മൾ പറഞ്ഞു. ഏത് വർഷം? 1921 മെയ് 4. നിങ്ങൾക്ക് വർഷങ്ങളെല്ലാം ഓർമ്മയുണ്ട് ആദ്യം മുതൽ പഠിച്ചത്. ഞാൻ ഒന്ന് ഇട്ടോ കേട്ടോ. 1839-42 ഒന്നാം കറുപ്പ് യുദ്ധം. 1856-60 രണ്ടാം കറുപ്പ് യുദ്ധം. 1850-64 തായ്പിങ് ലഹള. 1644 1911 മഞ്ജു രാജവംശത്തിന്റെ കാലഘട്ടം. 1911
ചൈനീസ് വിപ്ലവം 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്ന വർഷം. 1925 സന്യാസൻ അന്തരിച്ചത്. 1900 ബോക്സർ കലാപം. 1900 ബോക്സർ കലാപം. ഓക്കെ. അടുത്ത 1921 മെയ് 4 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നു. ഓക്കെ, ശരി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആര്? മാവോ സേതുങ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ആര് പിള്ളേരെ? മാവോ സേതുങ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ ആരാണ്? മാവോ സേതുങ് ആണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ ആരാണ്? മാവോ സേതുങ്. അപ്പൊ 2 ചോദ്യം പറഞ്ഞേ. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണ്? മാവോ സേതുങ്. അതുപോലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ ആരാണ്? മാവോ സേതുങ്. ഓക്കെ. ആധുനിക ചൈനയുടെ സ്ഥാപകൻ ആരാ? സന്യാസൻ. ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് ആരാ? സന്യാസൻ. കുമിതാങ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകൻ ആരാ? സന്യാസൻ. ഇതെല്ലാം ആരാണ്? സന്യാസൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആരാണ്? മാവോ സേതുങ് ആണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ ആരാണ്? മാവോ സേതുങ്. ഓക്കെ. ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ആര്? ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ആര് പിള്ളേരെ? മാവോ സേതുങ്. ഓക്കെ. ഇത് എന്ത് പ്രസ്താവിച്ചു? വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. എന്താണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ച നേതാവും ആരാണ്? മാവോ സേതുങ് ആണ്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ച നേതാവും ആരാണ് പിള്ളേരെ? മാവോ സേതുങ് ആണ്. മാവോയുടെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെടുന്ന പേരെന്താ പിള്ളേരെ? ചുവപ്പ് സേന. എന്താണ്? ചുവപ്പ് സേന. മാവോയുടെ നേതൃത്വത്തിലുള്ള സേന അറിയപ്പെടുന്നത് ചുവപ്പ് സേന. മാവോ സേതുങ് അന്തരിച്ച വർഷം അറിയോ? അതായത് ചിയാൻ കൈഷക് അന്തരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ. 76 ആരന്തരിക്കുന്നത്? 75 ആരന്തരിക്കുന്നത്? ചിയാൻ കൈഷക് ചിയാൻ കൈഷക് ആരാണ്ടാ? സന്യാസന്റെ മരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ചിയാൻ കൈഷക്. ഇയാളാണ് അവിടെ എന്ത് നടപ്പിലാക്കിയത്? സൈനിക ഏകാധിപത്യ ഭരണം നടപ്പിലാക്കിയത്. ഇയാൾ 1975 ഇയാൾ മരിച്ചു. 76 ആര് മരിക്കുന്നത്? മാവോ സേതുങ് മരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഏകീകൃത സ്വഭാവത്തിനുള്ള ശീലങ്ങളും ജന്മവാസങ്ങളും ആര് വളർത്തണം? ജനങ്ങൾ വളർത്തണം എന്ന് പറഞ്ഞത് ആരാണ്? ചിയാൻ കൈഷക്കാണ് കേട്ടോ. ഓക്കെ, അത് മാറിപ്പോകരുതേ. ശരി. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിള്ളേരെ. അപ്പൊ അടുത്ത് നമുക്ക് ഇദ്ദേഹം മനസ്സിലായ, അതായത് മാവോ സേതുങ് എത്ര പോയിന്റ് പഠിച്ചു നമ്മൾ? 6 പോയിന്റ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, അതുപോലെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ. പീപ്പിൾസ് റിപ്പബ്ലിക് ചൈനയുടെ സ്ഥാപകൻ. ചൈനയിൽ എന്തിന് നേതൃത്വം കൊടുത്തു? സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവ്. ചൈനയിൽ എന്ത് നേതൃത്വം കൊടുത്തു? സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത നേതാവ്. വിപ്ലവം എന്തിലൂടെ എന്ന് പറഞ്ഞു? തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രഖ്യാപിച്ച നേതാവ്. അതുപോലെ മാവോയുടെ നേതൃത്വത്തിലുള്ള സേനയാണ് ഏത്? ചുവപ്പ് സേന. അപ്പൊ ചുവപ്പ് സേന നേതൃത്വം കൊടുത്ത ആരാണ്? മാവോ സേതുങ് ആണ്. അന്തരിച്ച വർഷം 1976 ആണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു. ചിയാൻ കൈഷക് അഭയനിന്റെ രാജ്യം ഏതാണ്? തായ്വാനാണ്. ഓക്കെ, കിട്ടിയല്ലോ. ശരി. അടുത്ത് ലോങ് മാർച്ച് പഠിക്കാം. മാവോ സേതുങ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ വർഷം ഏതാണ്? 1934. പിള്ളേരെ 1934. ഓക്കെ, ശരി. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്ക് പടിഞ്ഞാറ് യെനാനിൽ അവസാനിച്ചു. എന്താണ് പിള്ളേരെ? വടക്ക് പടിഞ്ഞാറ് യെനാനിൽ അവസാനിച്ചു. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇവിടെ നമ്മൾ SCL ഒരു പോയിന്റ് പറയുന്നുണ്ട്. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനാനിൽ വരെ നടത്തിയ യാത്രയാണ് ഏത്? ലോങ് മാർച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന്, എവിടെയാണ്? കിയാങ്സി. പറ, അത് എഴുതി വെച്ചോണം കേട്ടോ, വേണമെന്നുള്ള പോയിന്റ്. തെക്കൻ ചൈനയിലെ കിയാങ്സി. വർഷം പറ. 34. ആള് പറ. മാവോ സേതുങ്. എവിടെന്ന്? തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് പടിഞ്ഞാറ് യെനാനിൽ വരെയായിരുന്നു എന്ത് നടന്നത്? ലോങ് മാർച്ച്. ഓക്കെ, ഏകദേശം യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഇവർ വെറുതെ ഒരു യാത്രയല്ല പോണത്. ഇവരെന്താ ചെയ്യണത്? പോണ വഴിക്കുള്ള കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും ആരുടെ കയ്യിൽ നിന്ന്? പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ്? കർഷകർക്ക് നൽകുകയാണ്. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച, എത്ര കിലോമീറ്റർ? 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ
യാത്ര ഏത് പേരിൽ അറിയപ്പെടുന്നു? ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണല്ലോ പിള്ളേരെ? അപ്പൊ ലോങ് മാർച്ച് വർഷം പറ. 1934. ലോങ് മാർച്ച് വർഷം പറ. 1934. ലോങ് മാർച്ച് നേതൃത്വം കൊടുത്ത ആരാ? മാവോ സേതുങ്. ലോങ് മാർച്ച് ആരംഭിച്ചത് എവിടാ? തെക്കൻ ചൈനയിലെ കിയാങ്സി. കിയാങ്സിയിൽ നിന്ന് എവിടം വരാ? പടിഞ്ഞാറ് യെനാൻ. എവിടെ പിള്ളേരെ? പടിഞ്ഞാറ് യെനാൻ കേട്ടോ. യെനാനാണ് കേട്ടോ. ഓക്കെ. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 12,000 കിലോമീറ്റർ. ഈ യാത്രയിൽ ഇവർ എന്താ ചെയ്തേ? പ്രഭുക്കന്മാരുടെ കയ്യിലുള്ള കൃഷിഭൂമിയും ഗ്രാമങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ട് ആർക്ക് കൊടുത്തു? കർഷകർക്ക് കൊടുത്തു. ഓക്കെ. ഇവിടെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം 49 മാത്രം പോരാ, ഡേറ്റ് വേണം. ഒക്ടോബർ 49 ഒക്ടോബർ 1949 ഒക്ടോബർ 1 കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. അപ്പൊ നമുക്കിങ്ങനെ ചോദിക്കും, ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം ചോദിക്കുകയാണ്. ഏത് വർഷം? 49 ഒക്ടോബർ. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം ചോദിക്കുകയാണെങ്കിൽ 49 ഒക്ടോബർ. നമുക്ക് അങ്ങനെയാണ് ചോദിക്കുന്നത്. മനസ്സിലായ? ഓക്കെ. നവീന ജനാധിപത്യം എന്നത് ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന തത്വമാണ് കേട്ടോ. എന്താണ് നവീന ജനാധിപത്യം? എന്താണ് ആധുനിക ജനാധിപത്യം അല്ലെങ്കിൽ നവീന ജനാധിപത്യം എന്നത് ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന തത്വമാണ്. പഠിച്ചല്ലോ? ഓക്കെ. അടുത്ത്, ചൈനയിൽ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘമാണ് ജനകീയ വിമോചന സേന. എന്താണ് പിള്ളേരെ? ജനകീയ വിമോചന സേന. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. ഏതാണ് വർഷം? നടന്ന വർഷങ്ങൾ ഫുള്ള് ഞാൻ ഒന്നുകൂടെ കൊണ്ടുവരട്ടാ. വർഷം ഞാൻ ഫുള്ള് ഒന്നുകൂടെ കൊണ്ടുവരണേ. 1839-42 ഒന്നാം കറുപ്പ് യുദ്ധം. ഓക്കെ. 1856-60 രണ്ടാം കറുപ്പ് യുദ്ധം. 1850-64 തായ്പിങ് ലഹള. ഓക്കെ. അടുത്ത് 1644 1911 മഞ്ജു രാജവംശം. 1900 ബോക്സർ കലാപം. 1911 ചൈനീസ് വിപ്ലവം. 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ 1912. ഓക്കെ. അടുത്ത് 1925 സന്യാസൻ മരിക്കുന്നു. ആര് അധികാരത്തിൽ വരുന്നു? ചിയാങ് കൈഷക് അധികാരത്തിൽ വരുന്നു. 1975 ചിയാങ് കൈഷക് അന്തരിക്കുന്നു. അടുത്ത് 1921 മെയ് 4 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അടുത്ത 1976 മാവോ സേതുങ് അന്തരിച്ചു. 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ഓക്കെ. 1934 ലോങ് മാർച്ച്. എല്ലാ വർഷവും ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. എടാ, നിങ്ങളിത് എഴുതി പഠിച്ചോണ്ടോ പിള്ളേർ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ. എന്നാൽ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1949 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം ഏതാണ് പിള്ളേരെ? 1949. സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1966. 1966. അപ്പൊ 49 എന്താണ് പിള്ളേരെ? കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. 66 എന്താണ്? സാംസ്കാരിക വിപ്ലവം. NCERT പാഠപുസ്തകത്തിൽ 65 കൊടുത്തിരിക്കുന്നത്. NCERT പാഠപുസ്തകത്തിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത്? 65 കൊടുത്തിരിക്കുന്നത്. വിമർശകരെ നേരിടുന്നതിനായി മാവോ സേതുങ് 1965 ആരംഭിച്ച വിപ്ലവമാണ് ഏത്? സാംസ്കാരിക വിപ്ലവം. മനസ്സിലായില്ലേ? അപ്പോൾ സാംസ്കാരിക വിപ്ലവം 1965 NCERT ആൻസർ. പക്ഷെ കറക്റ്റ് ഏതാണ്? 1966 കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ എന്തിനു വേണ്ടി ആരംഭിച്ചത്? വിമർശകരെ വിമർശിക്കുന്ന ആൾക്കാരെ നേടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ഏത് പിള്ളേരെ? സാംസ്കാരിക വിപ്ലവം. ഓക്കെ, ശരി. അപ്പം മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവം എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് കേട്ടോ. എന്താണ്? മഹത്തായ തൊഴിലാളി വർഗ സാംസ്കാരിക വിപ്ലവം എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. ഓക്കെ. അപ്പൊ ഇപ്പൊ പറഞ്ഞ വർഷങ്ങളെന്ന് പറഞ്ഞ 49 എന്താടാ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം. 1966 എന്താ? സാംസ്കാരിക വിപ്ലവം. 1966 എന്താണ്? സാംസ്കാരിക വിപ്ലവം. പക്ഷേ SCERT ആൻസർ 65. NCERT. ഓക്കെ. ഇത് ആരാ നേതൃത്വം കൊടുത്തത് സാംസ്കാരിക വിപ്ലവത്തിന്? മാവോ സേതുങ്. എന്തിനു വേണ്ടിയിട്ടാ? വിമർശിക്കുന്നവർക്ക് എതിരായിട്ട് കേട്ടോ. ഓക്കെ, ശരി. പിന്നെ അതുപോലെ പിള്ളേരെ, പിന്നെ ഈ മെയ് 4th മൂവ്മെന്റ് കൂടെ ഓർത്തോണം കേട്ടോ. മെയ് 4th മൂവ്മെന്റ് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് വേറെ ഒന്നുമില്ല, ഭൗതിക സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണത്തിനായി 1917 മുതൽ 1921 വരെ ചൈനയിൽ നടന്ന സംഭവമാണ് ഏത്? മെയ് 4th കേട്ടോ. എന്താണ്? മെയ് 4th. ക്ലിയർ ആണല്ലോ? മനസ്സിലായി? മെയ് 4th മൂവ്മെന്റ് ഏത് വർഷം മുതൽ? 1917 മുതൽ 21 വരെ എവിടെ നടന്നത്?
ചൈനയിൽ നടന്ന കേട്ടോ. ചൈനയിൽ നടന്നതാണ് എന്ത് മെയ് 4th മൂവ്മെന്റ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ. കാരണം വെച്ചാൽ 1919 മെയ് 4 എന്ത് ചെയ്തു, ഒരു വിപ്ലവം സംഭവിച്ചു കേട്ടോ. അതായത് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്തെന്ന് അറിയപ്പെടുന്നത് മെയ് 4th മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. മെയ് 4th മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് മനസ്സിലായല്ലോ. അതായത് ഈ സമയം, അതായത് 17 മുതൽ 21 വരെയാണ് നടന്ന ഒരു സംഭവമാണ്. അതായത് ഭൗതിക സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണത്തിന് ഏത് വർഷം മുതൽ 17 മുതൽ 21 വരെയാണ് എന്ത് നടന്നത്, മെയ് 4th മൂവ്മെന്റ് നടന്നത്. ഓക്കെ, അതിൽ 1919 മെയ് 4 ഒരു വിപ്ലവം നടന്നു. അതുകൊണ്ടാണ് ഈ സംഭവം എന്നറിയപ്പെടുന്നത് മെയ് 4. നമുക്ക് ഇങ്ങനെ ചോദിക്കുള്ളൂ, മെയ് 4th മൂവ്മെന്റ് ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് പിള്ളേരെ? ചൈനീസ് വിപ്ലവം. ഏതാണ്? ചൈനീസ് വിപ്ലവം. ഓക്കെ, അത് പഠിക്കാൻ എളുപ്പമാണ്. മെയ് ചൈന പേര് തോന്നല്ലേ? തോന്നില്ലേടാ? ഈ യായൊക്കെ കൂടുതൽ വേണത് ഇപ്പൊ സന്യാസം, യായ കൂടുതൽ വേണം ചൈനക്കാർക്കല്ലേ? അങ്ങനെ നോക്കാനത്തെ വെച്ചിരുന്നാൽ മതി. മെയ് ചൈനീസ് ഭാഷയിൽ പറഞ്ഞു നോക്കി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഇതൊന്ന് റിവിഷൻ നടത്തണം. ഓക്കെ, അതായത് ഇതിന് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ എല്ലായിടത്തും ചോദിക്കും. അപ്പം നിങ്ങൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഉത്തരം പറയണം പിള്ളേരെ. ഓക്കെ, ശരി. സുവിനേർ പോസിറ്റീവ്. അങ്ങനെ സങ്കീർണമായ കുറേ വർഷങ്ങളും കുറേ പേരുകളിലൂടെയും നമ്മൾ ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാലമെല്ലാം പഠിച്ചിരിക്കുകയാണ്. എസ് ആയിട്ടുള്ള മുഴുവൻ പോയിന്റുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യപ്പാണ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് റിവിഷൻ. ഓക്കെ, ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക, പറയുക. നിങ്ങളും പറയുക കുട്ടികളെ. ഓക്കെ മോനെ, കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ചൈനക്കാരും. ഓക്കെ, ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1839 മുതൽ 1842 വരെ. രണ്ടാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1856-60. ഓക്കെ, അതിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? കാൻഡൻ കറുപ്പ് പാർട്ടി. ഒന്നാം കറുപ്പ് യുദ്ധത്തിന് ഫലമായി ബ്രിട്ടൻ പിടിച്ചെടുത്ത പ്രദേശം ഏതാണ്? ഹോങ്കോങ് ചൈനയ്ക്ക് തിരിച്ച് കിട്ടിയോ? 97 കിട്ടി. ഓക്കെ, സുവിനെ, ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി? നാങ്കിങ് ഉടമ്പടി. ഓക്കെ, സുവിനെ, തായ്പിങ് ലേലയ്ക്ക് നേതൃത്വം കൊടുത്താരാ? ഹോങ് സുക്യാൻ. അടുത്ത തായ്പിങ് ലേലയുടെ കാലഘട്ടം പറഞ്ഞേ? 1864. ഓക്കെ, യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തിയിൽ ചൈനയിൽ മേൽ സ്വീകരിച്ച വ്യത്യസ്ത നയങ്ങൾ അറിയപ്പെടുന്ന പേര്? തുറന്ന വാതിൽ നയവും കറുപ്പ് വ്യാപാരവും. കറുപ്പ് വ്യാപാരത്തെ കുറിച്ചൊന്ന് പറഞ്ഞേ അവിടെ അർച്ചന. ഇവിടുന്ന് ചൈനയിൽ നിന്ന് വൻതോതില് തേയില, മൺപാത്രങ്ങള് എന്നിവ കയറ്റുമതി ചെയ്തു. അങ്ങനെ അവർക്ക് ലാഭം ഉണ്ടായി. പക്ഷെ അവിടുന്ന് യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ടൊന്നും ഇറക്കുമതി ചെയ്തില്ല. അപ്പോഴത്തേക്ക് ഇവരെ തകർക്കാൻ വേണ്ടിയിട്ട് കറുപ്പ് വൻതോതില് ഇറക്കുമതി ചെയ്യുകയും ഇത് ഇവിടുത്തെ സാമ്പത്തികമായിട്ടും അവരെ മാനസികമായിട്ടും തളർത്തുകയും. എന്താണ് തുറന്ന വാതിൽ നയം? വിദേശ രാജ്യങ്ങൾക്ക് ചൈനയുടെ വ്യാപാരത്തിൽ സ്വന്തമായി ഇടപെടാനുള്ള അധികാരം. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനയിൽ വാണിജ്യ സൗകര്യം ഉണ്ടാവണം. ഓക്കെ, ഈ തുറന്ന വാതിൽ നയം അവതരിപ്പിച്ചാരാ? ജോൺ ഹേ. എടാ, ഈ ചൈനയെ പാശ്ചാത്യവൽക്കരിച്ച ചൈനീസ് രാജാവ് ആരാണ്? കോങ്സി. അടുത്ത് ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജവംശം ഏതാ? മഞ്ജു രാജവംശം. കാലഘട്ടം എന്ന് പറഞ്ഞേ? 1644 മുതൽ 1911 വരെ. 14-11. ഓക്കെ, വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാടാണോ സ്വീകരിച്ചത്, പ്രതികൂല നിലപാടാണോ സ്വീകരിച്ചത്? അനുകൂല നിലപാട്. ഓക്കെ, ശരി. ബോക്സർ കലാപം എന്ന് പറയാൻ പറ്റുമോ? 900. രഹസ്യ സംഘടനകൾ ഏത് രാജവംശത്തിനെതിരെ നടത്തിയത് അവരെ മുദ്രയെന്ന് വെച്ചാൽ ബോക്സർമാരെ കൈമുഷ്ടി. പക്ഷേ ഇത് പരാജയപ്പെട്ടു. ഓക്കെ, ശരി. ഈ ചൈനീസ് വിപ്ലവം എന്തിനൊക്കെ എഴുന്നറിയോ? വിപ്ലവം രാജവാഴ്ചയ്ക്കും വിദേശാധിപത്യത്തിനും. ഓക്കെ, ഏത് വർഷമാണ് ചൈനീസ് വിപ്ലവം? ആരാ നേതൃത്വം കൊടുത്തത്? സന്യാസൻ. ഓക്കെ, ഈ കുമിന്താങ് പാർട്ടിയുടെ പഴയ പേരെന്താണ്? ചൈന പുനർജീവന സംഘം. ഓക്കെ, ശരി. ഈ മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണം വിപ്ലവം ഏതാണ്? ചൈനീസ് വിപ്ലവത്തിൻ്റെ പ്രധാന നേതാവ് ആരാ? ഓക്കെ, ഈ കുമിന്താങ് പാർട്ടിയെ ഈ സന്യാസന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ഭരണം സ്ഥാപിച്ചത് ചൈനയുടെ ഏത് ഭാഗത്താണ്? ദക്ഷിണ ചൈനയിലാണ്. ഈ സന്യാസന്റെ 3 ആശയങ്ങളൊന്ന് വിശദീകരിച്ചേ. ദേശീയത, എന്താണ് ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുറത്താക്കണം, വിദേശ ശക്തിയെ പുറത്താക്കണം. എന്താണ് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുല്യ വിതരണം ചെയ്യുക. ഓക്കെ, അവിടെ ചൈനീസ് വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട മഞ്ജു രാജാവിൻ്റെ പേരെന്താ?
സന്യാസൻ്റെ മഞ്ജു രാജാവാ ഇല്ലായിരുന്നാ? അപ്പം ഇനി ഇവിടെ പറ. പൂയി രാജവംശം അല്ല, പൂയി രാജാവ്. ചൈനീസ് റിപ്പബ്ലിക് നിലവിലുന്ന വർഷം ഏതാ? 1912. ഓക്കെ. ചൈനീസ് റിപ്പബ്ലിക്കിന് ആദ്യ പ്രസിഡന്റ് ആരാ? സന്യാസൻ. ഓക്കെ. ഈ സന്യാസന്റെ കർമ്മ പരിപാടികളിലെ പ്രധാന പ്രഖ്യാപനം എന്താണ്? ഒന്ന് നിയന്ത്രിക്കണം, ഒന്ന് തുല്യമാക്കണം. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി എല്ലാവർക്കും തുല്യമായി. മൂലധനം നിയന്ത്രിക്കുക, ഭൂമി തുല്യമാക്കുക. ഇദ്ദേഹം അന്തരിച്ച വർഷം 1925. അതിനുശേഷം അധികാരത്തിൽ വന്നത് ചിയാങ് കൈഷക്. സുമിനെ, ചിയാങ് കൈഷക് ഏത് ഭരണം നടപ്പിലാക്കിയത്? സൈനിക ഏകാധിപത്യ ഭരണം. ഓക്കെ, ശരി. അടുത്ത് ഈ ചിയാങ് കൈഷക് ഏത് വർഷം മരിച്ചത്? 75. മാവോ സേതുങ്ങിനെ കുറിച്ച് പറഞ്ഞേ. ആരാണ് മാവോ സേതുങ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. പിന്നെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ സ്ഥാപകൻ. ഓക്കെ. എന്തെന്ന് പ്രസ്താവിച്ചു? ചുവപ്പ് സേന കൊണ്ടുവന്നു. വിപ്ലവം നോക്കുന്നതിലൂടെ. അവിടെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം പറഞ്ഞേ. 21 മെയ് 4. ഓക്കെ. അവിടെ ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘത്തിൻ്റെ പേരെന്താ? ജനകീയ വിമോചന സേന. കേട്ടോ, മറക്കരുതേ, ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ പോയിന്റ് അല്ലേ. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘത്തിൻ്റെ പേരാണെന്ത്? ജനകീയ വിമോചന സേന. ജനകീയ വിമോചന സേന. അടുത്ത് ചൈനയിൽ അവിടെ വിജിഷ പറഞ്ഞ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം ഏതാ? 17. ഓക്കെ. ഇവിടെ തെറ്റാണത്. ഇവിടെ പറഞ്ഞു ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം 1949. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിലുന്ന വർഷം ഏതാണ്? 49 ഒക്ടോബർ 1. ഓക്കെ. സാംസ്കാരിക വിപ്ലവം ഏത് വർഷം? 66. NCERT 65. ഓക്കെ. ഇത് ആരാണ്? മാവോ സേതുങ് അല്ലേ? മാവോ സേതുങ്. ഓക്കെ, ശരി. ലോങ് മാർച്ചിൽ ഇനി പറയാം. സുമനെ, ലോങ് മാർച്ച് പറഞ്ഞേ. ഏത് വർഷം? ആരാണ് നേരത്തെ കൊടുത്തത്? മാവോ സേതുങ്. ഓക്കെ. എവിടെ നിന്ന് ആരംഭിച്ചു? ഇവിടെ പറ, എവിടെ നിന്ന് ആരംഭിച്ചു? തെക്കൻ ചൈനയിലെ കിയാസിൽ നിന്ന് തെക്ക് ചൈനയിലെ കിയാങ്സിൽ നിന്ന് പടിഞ്ഞാറിലെ യെനാൻ വരെ. ഓക്കെ, ശരി. ഇവര് എന്ത് ചെയ്തു പോണ വഴിക്ക്? അർച്ചന പറഞ്ഞേ. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ലോങ് മാർച്ച്? 12,000. ഓക്കെ, ശരി. അപ്പോൾ അത്രയാണ് പഠിച്ചതല്ലേ. മെയ് 4th മൂവ്മെൻറ്റ് ഏത്? അതിൽ കലാപം നടന്നത് 19 മെയ് 4. ഓക്കെ, ശരി. അപ്പോൾ അത്രയും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, ഒരു മലയാളം പ്രീവിയസ് ചോദ്യമാണേ. ഓക്കെ, വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം എടുത്തെഴുതുക. ശ്രദ്ധിച്ച് കേട്ടോണം. വീണ വാക്കിൻ്റെ പര്യായമാണോ? കച്ചം അല്ല. വാഗ്മി, വാണി. അപ്പോൾ ഏതാണ് ആൻസർ? വാണിയാണ് ആൻസർ. വാണി കേട്ടോ, വാണി. ഓക്കെ, വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം ഏതാണ്? വാണി. ഓക്കെ, ശരി. ഞാൻ ഇനി കുറച്ച് പര്യായ പദം പറയും. നിങ്ങൾ എന്താണ് സംഭവം എന്ന് പറയണം, പഠിച്ചു പോകണം. ഓക്കെ, വിഭജിക. വിഭജിക വീണയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പഠിച്ചോ പിള്ളേരെ. വിഭജിക, വിഭജി, വല്ലകി കേട്ടോ. വിഭജിക എഴുതി പഠിച്ചോ. ഞാൻ ചോദിക്കാൻ പറഞ്ഞു കുത്തി തരും. വിഭജിക, വിഭജി, വല്ലകി. വിഭജിക, വിഭജി, വല്ലകി. വിഭജിക, വിഭജി, വല്ലകി. എന്താണ്? വീണ. അപ്പോൾ വീണയുടെ പര്യായം ഞങ്ങൾ പറഞ്ഞേ. വിഭജിക, വിഭജി, വല്ലകി. വിഭജിക, വിഭജി, വല്ലകി. ഓക്കെ, അടുത്ത് കിരി. കിരി എന്താ? കിരി, കിരി പറ്റൂല. കിരി. അപ്പോൾ കിരിയിൽ കിട്ടിയില്ല. അപ്പോൾ അതിന് തന്നെ വേറെ ഒന്നും തരാം. സൂകരം. അവളവിടെ പറഞ്ഞു. അതും പറഞ്ഞ സൂകരം. സൂകരം കേട്ടോ. അപ്പോൾ കിരി, സൂകരം. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, കാന്താര സിനിമയിലെ പാട്ടുണ്ട്. വരാഹം കേട്ടോ. വരാഹം. കിരി, സൂകരം, വരാഹം. കിരി, സൂകരം, വരാഹം. അപ്പോൾ ആ വാവച്ചുള്ള മൂന്നെണ്ണം. വിഭജിക, വിഭജി, വല്ലകി. ഏതാണ്? വീണ. ഓക്കെ, കിരി, സൂകരം, വരാഹം, പന്നി. കിരി, സൂകരം, വരാഹം, പന്നി. പന്നി. ഓക്കെ, ഓക്കെ, ശരി. അടുത്ത നോക്കാവേ. അടുത്ത ഇവിടെ നോക്കാം. എഴുതിക്കോ. വാഹിനി. വാഹിനി കിട്ടിയാ?
നദി നദി. ഓക്കെ, വാഹിനി നദിയാണ് കേട്ടോ, നദി. അപ്പോൾ അതിൻ്റെ ബാക്കി പറഞ്ഞുതരാം. വാഹിനി തടിനി തരങ്കിണി. വാഹിനി തടിനി തരങ്കിണി കേട്ടോ. വാഹിനി തടിനി തരങ്കിണി. വാഹിനി തടിനി തരങ്കിണി. സരിത്ത് ആപക. സരിത്ത് ആപക. സരിത്ത് ആപക. ഗ ആപക. ഗംഗയുടെ ഗ. ആപക കേട്ടോ, ആപക. അപ്പോൾ ആ ഒരു പ്രാസത്തിൽ പഠിച്ചു വേണം. എന്താണ് പഠിക്കേണ്ടത്? നദി. വാഹിനി തടിനി തരങ്കിണി. അത് ആ മൂന്നെണ്ണം ഒരു പ്രാസത്തിൽ പറയണം. വാഹിനി തടിനി തരങ്കിണി സരിത്ത് ആപക. സരിത്ത് ആപക എന്തിൻ്റെ പര്യായമാണ്? നദിയുടെ പര്യായമാണ്. നദിയുടെ പര്യായമാണ്. ഓക്കെ, അടുത്ത് വർവണ. വർവണ. വർവണ കിട്ടിയ ഉറുമ്പല്ല. വർവണ. വായിൽ ഇവയാണ് വർവണ. രണ്ടാമത്തത് ഇവ. വർവണ. വർവണ കിട്ടിയില്ല. അടുത്തതിൽ നിങ്ങൾ പറയും മക്ഷിക. ഈച്ച കേട്ടാ. വർവണ മക്ഷിക ഏതാണ്? ഈച്ച. വർവണ മക്ഷിക ഏതാണ് പിള്ളേരെ? ഈച്ച. 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 വർവണ മക്ഷിക ഈച്ച. വർവണ മക്ഷിക ഈച്ച. ഓക്കെ, അപ്പോൾ അത് 4 ആയല്ലോ. അപ്പോൾ 4 പഠിച്ചാലോ നമുക്ക്? ശരി, വീണെടുത്ത് പറഞ്ഞു നോക്കിയേ. വിഭജിക വിഭഞ്ചി വല്ലകി. വിഭജിക വിഭഞ്ചി വല്ലകി. വിഭജിക വിഭഞ്ചി വല്ലകി. ഓക്കെ, പന്നി എന്ന് പറഞ്ഞു നോക്കിയേ. കീരിയല്ല, കിരി. കിരി സൂകരം വരാഹം. ഓക്കെ, നദി എന്ന് പറഞ്ഞു നോക്കിയേ. വാഹിനി തടിനി തരങ്കിണി സരിത്ത് ആപക. 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 വാടിനി. സോറി, വാഹിനി. വാഹിനി തടിനി തരങ്കിണി സരിത്ത് ആപക. ഓക്കെ, അടുത്ത് ഈച്ച. വർവണ. വർവണ മക്ഷിക. വർവണ മക്ഷിക. വർവണ മക്ഷിക ഈച്ച. ഓക്കെ, അടുത്ത ആര് പറയാൻ നോക്കാവേ. പഞ്ചരം. പഞ്ചരം കിട്ടിയ? പഞ്ചരം കിട്ടിയ? ഇല്ല, കിട്ടിയില്ല. കുലായം. കുലായം കിട്ടിയ? രണ്ടും സെയിം തന്നെ. പഞ്ചരം കുലായം. നീടം. നീടം. നീടം പക്ഷികളായിട്ടൊക്കെ ബന്ധപ്പെട്ട സാധനമാണ്. ചിറകല്ല. കൂട്. 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 പഞ്ചരം കുലായം നീടം കേട്ടോ. പഞ്ചരം കുലായം നീടം എന്താണ്? പറയടാ. കൂട്. പഞ്ചരം കുലായം നീടം കൂട്. പഞ്ചരം കുലായം നീടം കൂട്. ഓക്കെ, പഞ്ചരം കുലായം നീടം കൂട്. ഓക്കെ, അടുത്തടുത്തടുത്തടുത്തടുത്ത്. ആമലകീഫലം. 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 ധാത്രീഫലം. ധാത്രി. ധാത്രി. ധാത്രി ഹെർബൽ ഓയിൽ കേട്ടോ. ആമലകി ഫലം ധാത്രി ഫലം കേട്ടോ. ആമലകി ഫലവും ധാത്രി ഫലവും ഏതാണ്? നെല്ലിക്ക. ആമലകി ഫലവും ധാത്രി ഫലവും ഏതാണ്? നെല്ലിക്ക. എന്നാ ഓക്കെ, കിട്ടിയല്ലോ. അപ്പം നെല്ലിക്കയുടെ പര്യായങ്ങൾ പറ. ആമലകി ഫലവും ധാത്രി ഫലവും. ഓക്കെ, പഞ്ചരം കുലായം നീടം കൂട്. ഓക്കെ, ശരി. ഇനി 3 ഉള്ളൂ. ആക്കം. മേഘത്തിൻ്റെ കായാണ്. ആക്കം കിട്ടിയ? ആക്കം. കലുഷം. കലുഷം. പങ്കം. നാണക്കേടല്ല. നീ മറ്റേ പങ്കം തന്നെ, അത് വെച്ചിട്ടല്ലേ അറിഞ്ഞത്? ഈടാ പറയാൻ പറ്റുമോ? ആക്കം കലുഷം പങ്കം. അതെല്ലാം അത് ചെയ്യാത്തവരാരുമില്ല. അത് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് യേശുക്രിസ്തു പറഞ്ഞു. പാപം. പാപം കേട്ടാ. ആക്കം കലുഷം പങ്കം. ആക്കം കലുഷം പങ്കം. ആകം കലുഷം പങ്കം എന്താണ്? പാപം. 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 ഓക്കെ, പാപം. ആകം ഏത് കായാണ്? മേഘത്തിന്റെ കായാണ്. ആകം കലുഷം പങ്കം. ആകം കലുഷം പങ്കം എന്താണ്? പാപം. 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 ഓക്കെ, അടുത്ത് നിങ്ങൾ പറയും. ഒന്നാമത്തെ പറഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ പര്യായം പറയാൻ നിങ്ങൾ പറയും. നിതാകം. നിതാകം. ദോശയുടെ ദായും മേഘത്തിന്റെ കായും. നിതാകം. നിതാകം. ഒരു ക്ലൂ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഇപ്പോൾ സാധനമുണ്ട്. വിയർപ്പ്. ഓക്കെ, നിതാകം സ്വേദം. നിതാകം സ്വേദം ഏതാണ്? വിയർപ്പ്. നിതാകം സ്വേദം വിയർപ്പ്. നിതാകം സ്വേദം ഏതാണ്? വിയർപ്പ്. നിതാകം സ്വേദം വിയർപ്പ്. സ്വേദം നമുക്കറിയാമല്ലോ. ഓക്കെ, നിതാകം എങ്ങനെ? നിതാകം.
ദാഹം വരുമ്പോ തന്നെ വീർക്കും. ദാഹം വരുമ്പോൾ വേർക്കോ? എങ്ങനെയൊക്കെ ഓർത്ത് പോയി. നിദാകം വിയർപ്പ്. ഓക്കെ, ആ ദാഹം ഇനി അവസാനത്തതേ, ഇത് പഠിച്ച ആ പോർഷൻ കഴിഞ്ഞു. ശമ്പരം. ശമ്പരം ശമ്പരം കിട്ടിയാ? ശമ്പരം. മീനം കിട്ടിയില്ല? കിട്ടിയില്ല? ചഷം. ആ മീന്. ഓക്കെ, മീനം പറഞ്ഞിട്ട് പോലും കിട്ടിയില്ലല്ലോ നിങ്ങൾക്കൊക്കെ. ശമ്പരം, മീനം, ചഷം. കേട്ടാ, മത്സ്യമാണ് കേട്ടോ, മത്സ്യം കേട്ടാ. മീനും മത്സ്യത്തിന്റെ പര്യായമാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തൊക്കെയാടാ? ശമ്പരം, മീനം, ചഷം, മീൻ. ഇതെന്തിന്റെയാണ്? മത്സ്യം. ഓക്കെ, ശരി. അപ്പൊ നമുക്കിതൊന്ന് പഠിച്ചാലോ? വീണാടൊന്ന് പറഞ്ഞേ. വിഭഞ്ചിക, വിഭഞ്ചി, വല്ലകി. വിഭഞ്ചിക, വിഭഞ്ചി, വല്ലകി. ഓക്കെ, പന്നീടെന്ന് പറഞ്ഞേ. കിരിയല്ല, കിരി, സുഗരം, വരാഹം. കിരി, സുഗരം, വരാഹം. ഓക്കെ, അടുത്ത നദിയുടെ പറഞ്ഞേ. വാഹിനി, തടിനി, തരങ്കിണി, സരിത്ത്, ആപക. ഓക്കെ, അടുത്ത് ഈച്ചയുടെ പറഞ്ഞേ. വർവണ, വക്ഷിക. മർവണ, മക്ഷിക. വർവണ, മക്ഷിക. അടുത്ത് കൂട്. പഞ്ചരം, കുലായം, നീടം. കേട്ടോ, പഞ്ചരം, കുലായം, നീടം. ഓക്കെ, നെല്ലിക്ക. ആമലകി ഫലവും ധാത്രി ഫലവും. കേട്ടോ, ആമലകി, നീ ഫലവും എന്നല്ല പറഞ്ഞത്. ആമലകി ഫലവും ധാത്രി ഫലവും. ഓക്കെ, അടുത്ത് പാപത്തിന്റെ പറഞ്ഞേ. ആകം, കലുഷം, പങ്കം. ആകം, കലുഷം, പങ്കം. ഓക്കെ, വിയർപ്പ്. നിരാഗം, സ്വേദം. നിരാഗം, സ്വേദം. ഓക്കെ, നിദാഗം. ദോശയുടെ നിദാഗം, സ്വേദം. അടുത്ത മീൻ്റെത് ശമ്പരം, മീനം, ചക്ഷം, മീൻ. ഇതാണ് മത്സ്യം. ഓക്കെ, ശരി. അപ്പോൾ ഇതെനിക്ക് ഓരോരുത്തരും ചോദിക്കണം. ഇപ്പം എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 10 ക്വസ്റ്റ്യനും ഇവിടെ അതിനുള്ള ആളും ഉണ്ട്. ഓക്കെ, പഠിച്ചോ. നിങ്ങളും പഠിച്ചു. ഞാൻ സാധനം പറയാം, നിങ്ങൾ പര്യായം പറയണം. ഓക്കെ, ആദ്യം ജോബിൻ്റെ അടുത്താണ്. ജോബിനെ വിയർപ്പിൻ്റെ പറ. നിദാഗം, നിദാഗവും സ്വേദം. ഓക്കെ, ഏടാ ഈച്ച പറ. വർവണം, മക്ഷിക. എന്റെ കോടന്തരി ഈച്ച പിടിച്ച് വറക്കണമെന്ന്. ഓക്കെ, ശരി. സുമിനെ നെല്ലിക്ക പറ. ആമലകി ഫലം, ധാത്രി ഫലം. ഓക്കെ, ഇവിടെ മത്സ്യം പറ. അർത്ഥം ശമ്പരം, മീനം, ചഷം. ഓക്കെ, അവിടെ പാപം പറഞ്ഞാണ്. ആകം, കലുഷം, പങ്കം. ഓക്കെ, ഇങ്ങനെ ഓർത്തായിട്ടാ. നമ്മളിപ്പം തെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അയ്യ നീ പങ്കം ചെയ്താടാന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കണം. ഈ പാപം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആഘാതം സംഭവിക്കൂലേ. അപ്പോൾ ആക്കം കേട്ടാ. പിന്നെ നമ്മുടെ പാപം ചെയ്ത് നമ്മുടെ ജീവിതം പിന്നെ കലുഷമായി പോകും. ഓക്കെ, അങ്ങനെ കാട്ടി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി. അവിടെ വീണ പറഞ്ഞേ. വിഭഞ്ചിക, വിഭഞ്ചി, വല്ലകിയാണ് കേട്ടാ. ഓക്കെ, ജോവിനെ പന്നി. വരാഹം, കിരി, സുഗരം. ഓക്കെ, നദി പറ. വാഹിനി, തടിനി, തരങ്കിണി, സരിത്ത്, ആപക. ഓക്കെ, സുവിനെ കൂട്. കുലായം, നീടം. ഓക്കെ, നീ ആരാ ചോദിക്കാനുള്ളത്? എല്ലായില്ലേ? വാക്ക് പടയച്ചേ. എല്ലായി. ശരി. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഈ മലയാളം സെക്ഷൻ കേട്ടോ. നമ്മളിപ്പം ഡെയിലി മലയാളം, ഇംഗ്ലീഷ് അതൊക്കെ കയറി വരും കേട്ടോ. ഓക്കെ, അങ്ങനെ ക്ലാസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പഠിച്ച മലയാളവും ചൈനീസ് വിപ്ലവവും രണ്ടും മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ശരി. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ.